إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണമേ എന്നുള്ള കാര്യം സ്വന്തത്തോടും എല്ലാവരോടും ഉണർത്തുകയാണ്. യഥാർത്ഥ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പടിവാതിലിലാണ് നാം എല്ലാവരും ഇപ്പോഴുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ആ 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്, ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിനങ്ങളാണ്. റസൂലുള്ളാ പറഞ്ഞു അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ധാരാളം ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനം അയ്യാം അശ്ർ, അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആ ദുൽഹിജ്ജ മാസത്തിലെ 10ലേക്കാണ് നാം എല്ലാവരും പ്രവേശിക്കാൻ പോകുന്നത്. മാമിൻ അയ്യാമിൽ അമലുസ് സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ഒരു ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, മറ്റു ദിനങ്ങളേക്കാൾ കൂടുതൽ അള്ളാഹു ഈ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ്. അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമാണ് ഈ ദിനങ്ങളിൽ നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു പ്രവാചകനും സഹാബത്തുമെല്ലാം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 അതീവ സജീവമാവുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അധികരിപ്പിക്കുകയായിരുന്നു. ദുആകളും ദിക്റുകളും അധികരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് നാം എന്ത് വേണം? ഈ ദുൽഹിജ്ജ അതിൽ മറ്റുള്ള സമയത്തൊക്കെ ചെയ്യണം, എന്നാൽ വളരെ ശ്രേഷ്ഠമായ ഒരു സമയമായതുകൊണ്ട് ഈ ഒരു സമയത്തിൽ നാം നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അധികരിപ്പിക്കണം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വാക്കെങ്ങാനും പാരായണം ചെയ്താൽ 10 പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു. എന്നിട്ടൊരു ദിവസം നമ്മൾ എത്രത്തോളം പാരായണം ചെയ്യുന്നുണ്ട്?
എന്നതാണ് നാം ആലോചിക്കേണ്ടത്. ദിക്റുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. നാം ദിക്റുകൾ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഓർക്കുകയാണ്. ദുആകൾ അധികരിപ്പിക്കണം. നാം ദുആകൾ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കുകയാണ്. ദുആകളില്ലാതെ പോയാൽ അള്ളാഹുവിൻ്റെ പരിഗണന പോലും ലഭിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഇബ്നു അബ്ബാസ് പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അതീവം ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. വല അഹബ്ബു ഇലൈഹി മിൻ അമലി ഫീഹിന്ന, ഈ ദിനങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അമലുകൾ ചെയ്യുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅക്തിറൂ ഫീഹിന്ന, ആ ദിനങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ. മിനത്തഹ്ലീൽ, തഹ്ലീലുകൾ അധികരിപ്പിക്കണം. വത്തക്ബീർ, തക്ബീറുകൾ അധികരിപ്പിക്കണം. വത്തഹ്മീദ്, തഹ്മീദുകൾ അധികരിപ്പിക്കണം. തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അത് നാം അധികരിപ്പിക്കണം. റസൂലുള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നല്ലോ, ഈ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതുമായിട്ടുള്ള സകല സാധനങ്ങളും ഒരു തുലാസിൻ്റെ തട്ടിൽ വെക്കുകയും മറു തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ വചനം വെച്ചാൽ ആ തുലാസാണ് കനം തൂങ്ങുകയെന്ന്. അത്രമാത്രം കനമുള്ളൊരു ദിക്റാണ്. പക്ഷെ നമുക്ക് പറയാൻ ഒരു പ്രയാസവുമില്ല, പൈസയുടെ ചെലവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് പറയാം. എന്നാലോ അത്രമാത്രം മഹത്തരമായ ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ നാം അധികരിപ്പിക്കണം. തക്ബീറുകൾ അധികരിപ്പിക്കണം. തക്ബീറിൻ്റെ ധ്വനികൾ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയത്. എൻ്റെ കുടുംബത്തേക്കാൾ, എൻ്റെ ബിസിനസ്സിനേക്കാൾ, എൻ്റെ ഇഹലോകത്തെ സകലതിനേക്കാളും എനിക്ക് ഏറ്റവും വലിയത് അല്ലാഹുവാണെന്ന പ്രഖ്യാപനമാണ്. നാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് നമ്മെ അങ്ങേയറ്റത്തെ ഇഷ്ടമാവുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണത് അല്ലാഹു അക്ബർ. തഹ്മീദുകൾ അധികരിപ്പിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് നാം ആവർത്തിച്ച് പറയണം. നാം അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ തംലഉൽ മിസാൻ, നമ്മുടെ നന്മയുടെ തുലാസുകൾ നിറഞ്ഞു കവിയുകയാണ്. അത്രമാത്രം പുണ്യമുള്ള ദുആകളും ദിക്റുകളുമാണ്. ഇതൊക്കെ അധികരിപ്പിക്കേണ്ടുന്ന ഒരു സമയത്തിലേക്കാണ് നാം പോകുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അതോടൊപ്പം സുന്നത്തായ നോമ്പുകളും അതിനും പ്രത്യേകമായ സ്ഥാനമുള്ള സമയമാണിത്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോക വിജയം നേടിയെടുക്കാൻ നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഈ അവസരങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടമാക്കരുത്. മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ലല്ലോ, ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ഞാനും ഇല്ല എന്ന നിലപാടല്ല. ആര് ചെയ്യുന്നില്ലെങ്കിലും വേണ്ടിയില്ല, ഇതൊക്കെ ഞാനൊരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെൻ്റെ അല്ലാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. എനിക്കെൻ്റെ പരലോകത്ത് സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ബോധത്തിൽ നാം വളരെ ആത്മാർത്ഥമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദിനങ്ങൾക്ക് പ്രത്യേകം പവിത്രതയും ശ്രേഷ്ഠതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ സജീവമാകണം. ഫജ്റിൻ്റെ ജമാഅത്തുകളിലേക്ക് നാം എപ്പോഴും വന്നു ചേരണം. ഇനി പള്ളികളിൽ ജമാഅത്തിന് വരാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ നാം വീടുകളിൽ ജമാഅത്തുകൾ സ്ഥാപിക്കപ്പെടണം. നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് ഓടാതെ ദുആകളിലും ദിക്റുകളിലും സജീവമാകണം. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ സജീവമാകണം. പഠനത്തിൽ നാം സജീവമാകണം. അങ്ങനെ വളരെ നല്ല ഒരു രീതിയിൽ, നല്ലൊരു ബോധത്തിൽ ജീവിക്കേണ്ട ഒരു സമയത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹാബി വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുവാനും മതത്തിൽ അടിയുറച്ചു നിൽക്കാനും സാധ്യമാകുന്ന ഒരു കാര്യം പറഞ്ഞു തന്നെ റസൂലുള്ളാഹി.
പരലോകത്ത് രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം, അതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അള്ളാഹിൻ്റെ മതത്തിൽ അടിയുറച്ച് ജീവിക്കണം. അതിനുള്ളൊരു മാർഗം പറഞ്ഞു തരുമെന്ന് റസൂലുള്ളാഹി. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ്, നിന്റെ മനസ്സ് അള്ളാഹുവിനെ സദാ ഓർക്കുന്നതാവണം. എന്നാൽ എന്ത് ചെയ്യും? നിനക്ക് പരലോകത്ത് വിജയം കിട്ടും, നിനക്ക് സ്വർഗം കിട്ടും, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്ത് വേണം? നാം സദാ അള്ളാഹുവിനെ ഓർക്കുന്നവരായി, അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നാം സദാ ഓർക്കുന്ന ഈ ദിവസങ്ങളുടെ പവിത്രതകൾ മനസ്സിലാക്കിക്കൊണ്ട് നാം വളരെ ആത്മാർത്ഥതയോടുകൂടി ആരാധനാകർമ്മങ്ങളിൽ സജീവമാകുക. അങ്ങനെ ഈ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിഅമതാനി മഅബൂനുൻ ഫീമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളനുസരിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും യഥാർത്ഥ മുത്തഖിയായി ജീവിക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാഥൻ നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രണ്ട് അനുഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിഅമത്താൻ, രണ്ടനുഗ്രഹങ്ങൾ. ആ രണ്ടനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധികം ആളുകളും വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ അത് നേരായ രീതിയിൽ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. എന്താണ്? അസ്സിഹത്ത്, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയവും ആരോഗ്യത്തെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇഹലോകത്തിനും പരലോകത്തിനും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാതെ അനാവശ്യമായ കാര്യങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഒഴിവ് സമയവും ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നമ്മുടെ ആയുസ് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചെലവഴിക്കുക, അത് അങ്ങനെ ഒരു നിലപാട് നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സമയത്തിൻ്റെ വില അറിഞ്ഞ് നാം പ്രവർത്തിക്കണം. ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ, അത് നമ്മിൽ നിന്ന് വിട പറഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാനാവുന്നില്ലല്ലോ. ആ സമയത്തിൻ്റെ വില അത് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. അങ്ങനെ സമയത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും, അങ്ങനെ ഉന്നത മേഖലകളിലുള്ളവരെല്ലാം തന്നെ. അങ്ങനെ സമയത്തിന് ഒരു വിലയുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. അത് തോന്നിയ രീതിയിൽ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജസി വൽ കസൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. മിനൽ അജസ്, അജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലികളൊന്നും എടുക്കാൻ കഴിയില്ല. അതേസമയം നമുക്ക് എന്തുണ്ടാവും? പിന്നെ ജോലിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ജോലി എടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ, അവശത. വൽ കസൽ, കസൽ എന്ന് പറഞ്ഞാൽ മടിയാണ്. മടിയുള്ള ഒരു മനുഷ്യൻ്റെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അവന് മടി ഉണ്ടായത് കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ അവനെ കൊണ്ട് ഒന്നിനും കഴിയാതെ വരിക. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജസി വൽ കസൽ. അല്ലാഹുവേ, മടിയന്മാരിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. അതുപോലെ തന്നെ അവശത, അസുഖങ്ങൾ, ജോലിയൊന്നും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്.
ഇബ്നു മസ്ഊദ് പറയാണ്, ഒരാൾ വെറുതെ ഒരു ജോലി എടുക്കാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കണ്ടാൽ എനിക്കത് വെറുപ്പാണ്. കാരണം സമയത്തിൻ്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കാത്തവനാണ്. ഒന്നുകിൽ അവൻ ഇഹലോകത്തിന് എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം ചെയ്യട്ടെ, അതല്ലെങ്കിൽ പരലോകത്തിനൊരു ഗുണമുള്ള കാര്യം ചെയ്യട്ടെ. അതല്ലാതെ സമയം നാം വെറുതെ നശിപ്പിച്ചു കൂടാ എന്നുള്ളതാണ്. സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യമാണ്. കാരണം റസൂലുള്ളാഹിനോട് ചോദിച്ചു ഒരാൾ വന്നിട്ട്, അയ്യുൽ അഅ്മാലു അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ലിവഖ്തിഹാ, അതിൻ്റെ വക്തിൽ തന്നെ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന്. അല്ലാതെ തോന്നുന്ന സമയത്ത് നിർവഹിക്കുക എന്നുള്ളതല്ല. അപ്പോൾ സമയത്തിൽ കൃത്യത ഉള്ളവരാകണം. നമ്മുടെ സമയം പരലോകത്തിനും ഇഹലോകത്തിനും ഗുണകരമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് സ്വഹാബി ചോദിക്കുകയാണ്, അയ്യുന്നാസ് ഖൈർ, ഏറ്റവും നല്ല ആള്, ഏറ്റവും നല്ല ജനങ്ങൾ ആരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരു മനുഷ്യന് ധാരാളം ആയുസ് കിട്ടി, ആരോഗ്യമൊക്കെ കിട്ടി, ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് കിട്ടുകയാണ് ഒരു മനുഷ്യൻ. അതോടൊപ്പം വഹസുന അമലഹു, അവൻ അത്രയും കാലം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിൻ്റെ വിലയറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടം ലോകമാകെ മൊത്തം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സാധാരണഗതിയിൽ പള്ളിയിലൊക്കെ ജുമാക്കെങ്കിലും പള്ളിയിൽ പോകണം എന്ന ഒരു ബോധമുള്ള ആളുകളായിരുന്നു. മറ്റൊരു നിസ്കാരത്തിലും പോയില്ലെങ്കിൽ ജുമാക്കെങ്കിലും പോകണമെന്ന ബോധമുള്ളവർ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ബോധം പോലും നഷ്ടമാവുകയാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അതുപോലെ ദുആകളും ദിക്റുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളുമെല്ലാം അധികരിപ്പിക്കേണ്ടുന്ന ഒരു സമയത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിനങ്ങളുടെ ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ വിലയറിഞ്ഞുകൊണ്ട് നല്ലവരായി നാം ജീവിക്കാൻ ശ്രമിക്കണം. എങ്കിൽ നമുക്ക് നല്ലൊരു ഇഹലോകവും പരലോകവും ലഭിക്കും. നാഥൻ അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമെല്ലാം വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ യാ റഹ്മാൻ. കോവിഡ് പോലെയുള്ള വലിയ അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ യാ റഹ്മാൻ. നിൻ്റെ അത്യുന്നതമായ സ്വർഗീയ ലോകത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار وارحمنا يا أرحم الراحمين وانصرنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم توفنا مسلمين وألحقنا من الصالحين والحمد لله رب العالمين.